നമ്മുടെ യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കാൻ കയറിയാണെന്ന് വിചാരിക്കേണ്ട, വിശ്രമമല്ല, ജോലിയുടെ ഭാഗം തന്നെയാണ്. ഞാനിവിടെ പാറശാല ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള അഗ്രഹാരം നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാറശാല ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രത്യേകതയുള്ളൊരു വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2015 കറക്റ്റാണ്, 8 വർഷമായി. 2015 ഇപ്പോൾ ഈ അവയവദാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കെ ഒരു ആളുകൾ അതിനെക്കുറിച്ചൊക്കെ അവബോധം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സാധ്യത കൊടുക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു മനസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ 2015 അത്ര അങ്ങോട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ സമയത്ത് വളരെ കേരളം ചർച്ച ചെയ്യപ്പെട്ട, മാധ്യമങ്ങൾ പുറകെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ശ്രീമാൻ നീലകണ്ഠ ശർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരുപക്ഷെ ഈ അവയവദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകാൻ തന്നെ കാരണമായത് ഈ സംഭവത്തോടു കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ കഥ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സഹധർമ്മിണിയായിട്ടുള്ള ലതാ ശർമ്മ ഇന്ന് ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്നു. പഴയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് വന്നത്. സ്വാഗതം. അതായത് ഞങ്ങളിങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ്, ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെ കേട്ടപ്പോൾ അല്പസമയം ഒന്ന് കയറിയിട്ട് പോകാം. 8 വർഷമായി അദ്ദേഹം. എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് വിവാഹം? 99 കല്യാണം. പക്ഷെ ഞങ്ങള് കുറെ വർഷമായിട്ട് അടുത്ത വീടാണ്, തൊട്ടടുത്ത വീടായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 99 കല്യാണം കഴിഞ്ഞത്. 2015 മരിക്കുന്നത്. അതായത് ബ്ലഡ് പ്രഷർ ഉള്ള ആളായിരുന്നു. പക്ഷെ മരുന്നൊക്കെ കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ് ആദ്യം ഉണ്ടായത്. ബാത്റൂമിലൊന്നും വീഴുകയല്ല, ശരിക്കും തളർന്നു പോയതാണ്. പിന്നെ അപ്പം തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി അവിടെ SCTയിലും കൊണ്ടുപോയി. പക്ഷെ സെക്കൻഡ് ഡേ ശരിക്കും നല്ലപോലെ വ്യത്യാസമുണ്ടായി. നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇടതുഭാഗം തളർന്നിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അന്നത്തെ അവിടുത്തെ മെഡിസിനൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഓക്കെ ആയി. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞതാണ്. അതിനിടയ്ക്ക് ആണ് ശരിക്കും ഹെമറേജ് ഉണ്ടായത്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്കോ ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്താണ് ശരിക്കും ഹെമറേജ് ഉണ്ടായത്. പിന്നെ അബോധാവസ്ഥയിലായി. പിന്നീട് തിരിച്ച് ഒരു 19 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. തിരിച്ച് വന്നില്ല. അവർ ബ്ലഡ് ഇങ്ങനെ ബ്രെയിനിൽ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്ലഡ് സക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് പറ്റില്ല, ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്തതിന് ശേഷവും യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വന്നില്ല. അങ്ങനെയാണ് പിന്നെ ബ്രെയിൻ ഡെത്തിലോട്ട് പോയത്. ശരിക്കും ഒരു മരിക്കുന്നത് നമ്മൾ 24-ാം തീയതിയാണ്, ജൂലൈ 24. പക്ഷെ നമുക്ക് അതിൻ്റെ 20-ാം തീയതി തന്നെ ശരിക്കും ബ്രെയിൻ ഡെത്ത് ആയി എന്നുള്ളത് അവർക്ക് ഡോക്ടേഴ്സിന് മനസ്സിലായി. പിന്നെ നമ്മളോട് പറഞ്ഞു, നമ്മൾ ഉടനെ തന്നെ ഒക്കെ പറഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ തിരിച്ചിനി എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഉടനെ തന്നെ അത് സമ്മതിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മൾ ഇത്തിരി ആത്മീയമായ കുടുംബമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജ്യോത്സ്യത്തിലും ജാതകത്തിലും ഒക്കെ ഇത്തിരി ഒരു വിശ്വാസവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും 77 വയസ്സ് വരെ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരിക്കലും മരിക്കും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോഴാണ് എന്തായാലും ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് ആകുന്നിങ്ങനെ ഒരു സൂചന നമുക്ക് കിട്ടിയപ്പോൾ തന്നെ അവിടെ ഒരു പോറ്റി പോയി കണ്ടിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച ഒരു മിറക്കിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരിക്കും തിങ്കളാഴ്ച ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു ബ്രെയിൻ ഡെത്ത് ആയി എന്നല്ല, ഒരു സൂചന തന്നിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പേ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇങ്ങനെ ഈ പോറ്റിയുമായിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു മിറക്കിൾ ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അത് മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ടാണോ എന്തോ വ്യാഴാഴ്ച ഒരു മിറക്കിൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ബുധനാഴ്ച എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അവയവദാനം നൽകുന്നതിന് യാതൊരു ഇതുമില്ല, പക്ഷേ നാളെ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ച ആകട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല കുട്ടികളപ്പോൾ 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ആയിരുന്നു. നമുക്ക് അവരോട് ഒന്ന് പറയണമല്ലോ, കുട്ടികളോട് ചോദിക്കണമല്ലോ. അവർ നാളെ പിന്നെ വളരുമ്പോൾ എന്താണെന്ന് സംഭവിച്ചതെന്ന് അവർക്ക് അറിയാതെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളോടും സംസാരിച്ച് അവരോടും സമ്മതം ചോദിക്കണമായിരുന്നു എനിക്ക്. അങ്ങനെ അവരോടും കാര്യം പറഞ്ഞു. അവർക്കും മനസ്സിലായി, പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അവർക്കും അറിയാം. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ SP ഹോസ്പിറ്റലിൽ ആയിരുന്നു അന്ന് സന്തോഷ് തങ്കവേൽ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലി ഡോക്ടർ എന്ന് പറയാം. അപ്പോൾ ആദ്യം അവിടെയാണ് പോയത്, SP-യിലാണ് പോയത്. അപ്പോൾ ഡോക്ടറാണ് ശരിക്കും ശ്രീചിത്രയെ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ച് പറയുകയും ഒരു ബുക്ക് ചെയ്ത് ഇടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഡോക്ടർ കൂടെ ആംബുലൻസിൽ കയറിയാണ് കൊണ്ടുവിട്ടത്. അങ്ങനെ ഒരാളെയും സാധാരണ ഡോക്ടേഴ്സ് ചെയ്യാറില്ല, അത്രമാത്രം പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ ആ ഡോക്ടറെ കൊണ്ട് തന്നെ മക്കളോട് കാര്യം ഡോക്ടറും വിളിച്ച് അവിടെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനും കാര്യം മനസ്സിലായി, ഇനി എന്തായാലും തിരിച്ചിങ്ങോട്ടില്ല എന്നുള്ളത്. അപ്പോൾ കുട്ടികളോടും സംസാരിച്ച് ഓക്കെ ആയി. വ്യാഴാഴ്ച ഞങ്ങൾ പോയി. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ എഴുതി കൊടുത്തു, ആൾ വൈറ്റൽ ഓർഗൻസ് എന്നാണ് എഴുതി കൊടുത്തത്. അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്നതൊന്നും എഴുതി കൊടുത്തില്ല. ആൾ വൈറ്റൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കുട്ടികളോടൊക്കെ കണ്ണുദാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും എപ്പോഴും ഉപകാരം ചെയ്യുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെന്ന് എനിക്കും ഒരു ചെറിയ കാര്യമാണെങ്കിലും ആരെയും വരുന്നവരോട് ഒരിക്കലും നോ പറഞ്ഞ് അയക്കത്തില്ലാത്തൊരു സ്വഭാവമാണ്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ വ്യാഴാഴ്ച സമ്മതമൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ ശരിക്കും ആ മിറക്കിൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ ഡെത്ത് ശരിക്കും ആയി കഴിഞ്ഞു എന്നുള്ളത് അഷ്യൂർ ചെയ്യുന്നത് അതിനൊരു മെഡിക്കൽ ബോർഡുണ്ട്. അവർ എക്സാമിൻ ചെയ്യും. അവർക്ക് 3 ടെസ്റ്റ് ഉണ്ട്. അത് ഒന്ന് ഇങ്ങനെ ഒരു ചെവി കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ കോമയിലാണെങ്കിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവരുടെ കണ്ണിമ്മ അകത്ത് കൃഷ്ണമണി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചലിക്കുന്നതാണ്. ഇവിടുന്ന് വെള്ളം ഒഴിച്ച് ഈ ചെവിയിലോട്ട് വരുമ്പോഴത്തേക്കും എത്ര കോമയിലാണെങ്കിലും കൃഷ്ണമണി ഇവിടുന്ന് ഇങ്ങോട്ട് ചലിക്കും. പക്ഷേ ഇത് അങ്ങനെ ഒന്നും ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ EEG എടുക്കും 48 hours കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെയുള്ളത് അതുവഴിയും ഉറപ്പിക്കും. പിന്നെ എടുക്കുന്നത് ബ്ലഡ് സാമ്പിളാണ്. ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് ആ ബ്ലഡ് സാമ്പിൾ ഡെത്ത് പെർസെൻറ്റേജ് ആണെങ്കിൽ മാത്രമാണ് ബ്രെയിൻ ഡെത്തായി എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഓക്സിജൻ്റെ സാന്നിധ്യം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് അതിൻ്റെ കൂടുതൽ അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കി. അപ്പോൾ ബാക്കി 2 ടെസ്റ്റും പോസിറ്റീവായിരുന്നു, ബ്രെയിൻ ഡെത്താണെന്നൊരു ഇതാണ്. പക്ഷേ ഈ ടെസ്റ്റ്, ഈ ബ്ലഡിൻ്റെ ഇത് എടുത്തപ്പോഴത്തേക്കും അത് വ്യാഴാഴ്ച വൈകുന്നേരം ആണ്, ഒരു 6:30 മണിയൊക്കെ ആയ സമയത്ത്. അപ്പോഴാണ് ഈ ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും അത് നെഗറ്റീവായിരുന്നു, മരിച്ച ആളിൻ്റേതായിരുന്നില്ല. അപ്പോൾ അത് കാരണം അവർക്ക് ഉറപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും 6 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ കൺസിക്യൂട്ടീവായിട്ട് 2 ടെസ്റ്റിൽ 3 പോസിറ്റീവായ മാത്രമേ ഉറപ്പിക്കുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ച പിന്നെ അടുത്തത് രാത്രി 1 മണിക്കും പിന്നെ അടുത്ത ദിവസം രാവിലെ 6 മണിക്കും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എഴുതി കൊടുത്തു. നമ്മളെന്തായാലും നമുക്കറിയത്തില്ല, എന്തായാലും മരിച്ചു എന്ന് പറഞ്ഞ ആൾ പക്ഷെ മരിച്ചിട്ടില്ല എന്നുള്ള ഇതിലാണ് ഞങ്ങൾ വ്യാഴാഴ്ച വരുന്നത്. അത് ഞാൻ പറയാൻ കാരണം, ഈ ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച ഞാനിത് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, ആ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി കിംസിലൊരു പേഷ്യൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് മാച്ചാണ്, അങ്ങോട്ടേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, കണ്ണ് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അത് നിങ്ങൾ കണ്ണാശുപത്രിയായിട്ടും ബന്ധപ്പെടണം, ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ കൊടുക്കാമെന്ന് തയ്യാറായി വരികയും പക്ഷേ കിഡ്നി മാത്രം മതി, അതും പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു രോഗിക്കാണ്, അല്ലാതെ ഉള്ള ആൾക്കല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഇതിനകത്ത് വേറെന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നി. പക്ഷെ ഇദ്ദേഹത്തിന് ആദ്യം ചികിത്സിച്ച ഡോക്ടർ ശൈലജ എന്ന് പറയുന്ന മാഡം, ന്യൂറോ മാഡം, ആ മാഡത്തിനോട് ഞങ്ങൾ ചോദിച്ചു. മാഡം പറഞ്ഞു, അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, അതിനകത്ത് വേറെ യാതൊരു രീതിയിലുള്ള മാൽപ്രാക്ടീസും നടക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷമാണ് നമുക്കൊരു സമാധാനം. എന്നാലും
ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതായാലും. പിന്നെ അന്ന് രാത്രിയാണ്, ആ വ്യാഴാഴ്ച രാത്രിയാണ് ശരിക്കും നമ്മുടെ ഈ ജോസ് ചാക്കോ പെരേവറ ഡോക്ടർ ഈ ഹാർട്ട് അവിടുത്തെ രോഗിക്ക് മാച്ചാവുമെന്ന് കണ്ടെത്തുന്നതും ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുന്നതും അത് മൂവ് ചെയ്യുന്നതും അതെല്ലാം നടന്നതും വെള്ളിയാഴ്ച എയർലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ ആ വ്യാഴാഴ്ച രാത്രിയാണ്. അപ്പം ശരിക്കും അതായിരുന്നു മിറക്കിൾ. അതുകൊണ്ടാണ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയത്, വേറൊരാൾക്ക് കിഡ്നി കൊടുക്കാൻ പറ്റിയത്, 2 പേർക്ക് കണ്ണ് കൊടുക്കാൻ പറ്റിയത്. അങ്ങനെയാണ് അത് വാർത്തയായതും. ആ വാർത്തയിലൂടെ മറ്റാൾക്കാർ പറഞ്ഞ പോലെ അതിനു മുമ്പേ അവയവദാനം നടക്കുന്നുണ്ടായിരുന്നു. 136ാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അതിന് മുമ്പേ 135 പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭവമല്ല. പക്ഷേ എയർലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എയർ ആംബുലൻസ് ഉപയോഗിച്ച ആദ്യത്തെ കേസ് ആയതുകൊണ്ട് കേരളം ഒരുപാട് ചർച്ച ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ തുടർന്ന് അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് ആ 2015 ഏറ്റവും കൂടുതൽ ആൾക്കാർ അവയവദാനം തയ്യാറായിരിക്കുന്നതും ഈ ബ്രെയിൻ ഡെത്ത് ആയ കേസുകളിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടന്നിട്ടുള്ള വർഷവും 2015 അത് കഴിഞ്ഞ് 2016 ഉണ്ടായിരുന്നു. പിന്നെ ചില സിനിമകളിലൂടെയൊക്കെ വന്ന പിന്നെ അങ്ങ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സംഭവത്തോടു കൂടി നമ്മളും എന്താണ് ഈ ഒരു നമ്മുടെ ജീവൻ കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ളൊരു ഒരു പ്രധാന തത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് സമൂഹത്തിന് വെളിച്ചമായിട്ട് നൽകിയിട്ടുള്ളത്. രണ്ടുപേരുടെയും ജീവിതം എല്ലാവരും ജനിക്കുന്നത് എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം കാണുമല്ലോ, അതുണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം. നമുക്കിപ്പോൾ പൊതുസമൂഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവണം. മറ്റൊരാൾക്ക്, നമ്മളല്ലാതെ വേറൊരാൾക്ക് എന്തായാലും ഒരു ചിലപ്പോൾ അത് ഭാര്യ ഭർത്താവാണെങ്കിൽ ചിലപ്പം ഹസ്ബൻഡിന്റെ ഉയർച്ചയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചാകാം. ഏത് രീതിയിലായാലും ഒരു മനുഷ്യജന്മം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ജന്മത്തിനും അതിൻ്റെതായ ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. അത് നമ്മളുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റാർക്കെങ്കിലും കൂടി ആവുമ്പോഴാണ് അതൊരു മഹത്തരമാകുന്നത്. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു മഹത് വ്യക്തിയെടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. ചെയ്ത കർമ്മങ്ങളുടെ വലിപ്പ ചെറുപ്പമല്ല, അതിന് എത്രമാത്രം മഹത്വമുണ്ടെന്നുള്ളതാണ്. നമ്മൾ സന്തോഷമായി, നമുക്ക് സന്തോഷവാനോ സമ്പന്നനായിട്ടോ ഇരിക്കാം, പക്ഷെ നമ്മൾ മൂലം എത്ര പേര് സന്തോഷവാനായിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രധാനം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെയോ സന്തോഷിക്കുന്നുണ്ടാവും. ഞങ്ങൾക്കും ആ സന്തോഷമുണ്ട്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്തരം സമയം ചെലവഴിച്ചതിന്. എല്ലാ ഭാവങ്ങളും നേരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇവിടെ തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നിടത്താണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്, അർത്ഥമുള്ളതാവുന്നത്. അങ്ങനെയൊക്കെ ജീവിക്കാൻ നോക്ക്. ചുമ്മാ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കറങ്ങി നടന്ന് ജീവിതം കളയാതെ. എല്ലാവർക്കും നല്ലത് നേരുന്നു. താങ്ക് യു.